പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കിടക്കുന്നു. ഭക്തി എന്നതിൻ്റെ പൊരുളും രഹസ്യവും ഭക്തി എന്ന മാർഗവും എപ്രകാരം നമ്മളുടെ ഉള്ളിൽ മാറ്റം സംഭവിക്കുന്നു ഒരു തേജസ്സായി എന്ന വരികളാണ് എന്ന് പറയുന്നത്. ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക. ഭ എന്നാൽ തേജസ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഭവാൻ അല്ലെങ്കിൽ ഭവൻ എന്നാൽ മഹാദേവൻ, ശിവന്റെ ഭാവരൂപം. അപ്പോൾ അതായത് പൂർണ്ണമായ ഒരു പുറത്തുള്ള രൂപമല്ല. ഭാവരൂപം എന്നാൽ ഭാ, അതിൽ പ്രകാശമുണ്ട്, അഗ്നിയുണ്ട്, തേജസ്സുണ്ട്. അങ്ങനെയുള്ള തേജസ് ഭവനിൽ നിന്നും സ്വയം ഉദ്ഭവിക്കുന്നു, ഒരു ആർട്ടിഫിഷ്യലുമല്ല, സ്വയം. അതുകൊണ്ടാണ് സ്വയംഭൂ, സ്വയംഭുവായി അമ്മയും ഇവിടെ വരുന്നു. അതാണ് ഭവാനി. ഭവരൂപത്തിൽ നിന്നും അമ്മ ഉദ്ഭവിക്കുന്നു. അങ്ങനെ അമ്മ ഭവാനിയായി മാറുന്നു. അസ്തിത്വത്തിന്റെ ദാതാവ് എന്നുള്ളൊരർത്ഥവും ഭവാനിക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഭാവന ആഗമ്യ. അപ്പോൾ പ്രകാശത്തിൽ നിന്നും തേജസ്സിൽ നിന്നും വരുന്നത് കൊണ്ട് ഒരു ഉദ്ഭവ സ്ഥാനം എന്ന് പറയാനാകില്ല. കാരണം ആ തേജസ്സിന് ഒരു ഉദ്ഭവം കണ്ടുപിടിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഭാവന ആഗമ്യ, ഭാവനയിലൂടെ സഞ്ചരിക്കാനേ പറ്റുകയുള്ളൂ. അതാണ് ധ്യാനം. ആ ധ്യാനാവസ്ഥയെ, ആ യോഗാവസ്ഥയെയാണ് ഇവിടെ ഭാവന എന്നുള്ളത്. ഇമാജിനേഷൻ എന്നുള്ള അർത്ഥത്തിൽ ആകില്ല. അപ്പോൾ ഭാവന ആഗമ്യ, ധ്യാനത്തിന്റെയും യോഗത്തിന്റെയും തേജസ്സായി നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ദേവി, ഉദ്ഭവിക്കുന്ന ദേവി, അതാണ് ആഗമ്യ. ആഗമം എന്നുള്ളതിന് തന്ത്രപരമായുള്ള അർത്ഥം പുരാതനമായ ഗ്രന്ഥങ്ങൾ, ഗുരുമുഖേന കിട്ടുന്ന പാരമ്പര്യ ഗ്രന്ഥങ്ങളെ ആഗമം എന്ന് പറയുന്നു. ജ്ഞാനത്തെയും ആഗമം എന്ന് പറയുന്നു. അപ്പോൾ രണ്ടർത്ഥത്തിലും ഇവിടെ എടുക്കാം. പ്രകാശം, തേജസ് എന്നുള്ള അർത്ഥത്തിൽ ഭാവന ആഗമ്യ, ധ്യാനമായി യോഗമായി മാറുന്ന ആ അവസ്ഥയിൽ ഭവാരണ്യ കുഠാരിക, ആ ഭവിക്കുന്ന ആ തേജസ് ആ ഒരു ക്ഷണനേരം കൊണ്ട് നമ്മളെ ഈ സംസാര ലോകത്തിൽ നിന്നും മുക്തി തരുന്നു. എങ്ങനെയാണ്? ആരണ്യ, ഇതൊരു കാടാണ്. ഈ മിഥ്യ, ഈ സംസാരം ഒരു കാടാണ്. അതിൽ നമ്മൾ വസിക്കുന്നുണ്ട്. പല രീതിയിലുള്ള പോരാട്ടങ്ങളും ചെയ്ത് വേട്ടകളും ഇരയാക്കലുകളുമായി ഇവിടെ ജീവിക്കും. ആ ആരണ്യത്തിന്, ഈ കാടിനെ വെട്ടിമുറിക്കുന്ന ഒരു മഴു, അതാണ് കുഠാരിക. മഴുവായി അമ്മ മാറുന്നു. ജനന മരണ ജീവിതത്തിലെ സകല മിഥ്യാധാരണകളെയും അത്യാഗ്രഹങ്ങളെയും ബന്ധനങ്ങളെയും അജ്ഞതകളെയും മുറിച്ചു മാറ്റുന്ന ഒരു മഴുവായി അമ്മ ഇവിടെ മാറുന്നു. ദേവി കുഠാരികയായി മാറും. എന്നിട്ട് എങ്ങനെ മാറ്റും നമ്മളെ? ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായി. അതായത് ആ മഴുവിനാൽ നമ്മളെ മുറിച്ച് മാറ്റുന്നു. അപ്പൊ നമ്മൾ പിന്നെന്തായി മാറുന്നു? ദേവിയുടെ തേജസ്സായി മാറുന്നു. അമ്മയുമായി ചേർന്ന് കഴിഞ്ഞു, യോഗമായി മാറുന്നു. സംസാരത്തിലെ മിഥ്യാധാരണകളെ ബോധപൂർവം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അമ്മയായിട്ട് മാറിയില്ലേ? അതാണ് ഇവിടെ അമ്മ തന്നെ പറയുന്നത്. നമ്മൾ ഭദ്രമായി എന്നാൽ നോ മോർ ഇൻസെക്യൂരിറ്റീസ്. ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അരക്ഷിതാവസ്ഥ പിന്നെ നമ്മൾക്കില്ല. ആ അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് പേടി കൊണ്ട് പലതും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഭദ്രമായി കഴിയുന്നു. എന്തുകൊണ്ട് ഭദ്രമായി? പ്രിയ, ദേവിയുടെ പ്രിയപാത്രമായി നമ്മൾ മാറിക്കഴിഞ്ഞു. അമ്മയുടെ ബിലവഡായി മാറിക്കഴിഞ്ഞു. അമ്മയുടെ അൺകണ്ടീഷണൽ ലവ്, പറഞ്ഞറിയിക്കാനാവാത്ത, അളക്കാനാവാത്ത അമ്മയുടെ, ദേവിയുടെ പ്രേമത്തിൽ നമ്മൾ പാത്രമായി. അങ്ങനെ നമ്മൾ ഭദ്രമായി. ദേവി പിന്നെ അടുത്ത രൂപമെടുക്കുന്നത് ഭദ്രമൂർത്തി എന്നാണ്. മൂർത്തിമത് ഭാവം, പിനക്കിൾ ഓഫ് ലവ് ആണ്. അതിനപ്പുറം ഒരു വാക്കിനില്ല. ദേവിയുടെ, അമ്മയുടെ ആ സ്നേഹത്തിനപ്പുറം ഒരു വാക്ക് ഇല്ല.
അതുകൊണ്ട് മൂർത്തിമത് ഭാവം എടുക്കുന്നു. ആ പ്രിയഭാവത്തിന്റെ തലം മൂർത്തീഭാവമാകുന്നു. പുറത്തുള്ള മൂർത്തി, നമ്മൾ വിഗ്രഹത്തെയും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. ആ മൂർത്തീഭാവം എടുക്കുമ്പോൾ ഇൻഡെപ്ത് ആയിട്ട് പിനക്കിളായി മാറുന്നു. അത് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളെ അമ്മ മനസ്സിലാക്കി തരുന്നു ബോധപൂർവം. അതിനാണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ, തന്ത്രങ്ങളൊക്കെ. അല്ലാതെ അത് വെറുതെ ഒരു ആചാരമല്ല. ഈ ശരീരത്തിൽ, ഈ കാടിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ എങ്ങനെ ആ ഭദ്രമൂർത്തിയായി മാറാം എന്നുള്ളതാണ്. അപ്പൊ ആ ഭക്ത എന്നിവിടെ അർത്ഥം അടുത്ത വരിയിൽ പറയുമ്പോൾ അതിനൊരു ജെൻഡർ ബയസ് ഇല്ല. നോ ജെൻഡർ. ഭക്ത, ഭക്തർ അങ്ങനല്ല. ഭക്ത സൗഭാഗ്യദായിനി. ഭക്തി തന്നെ സൗഭാഗ്യമായി മാറുന്നു. അതായത് ഭക്തി എന്തോ ചെയ്തിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതല്ല. ചെയ്യുന്നതെല്ലാം ആ ഭക്തി തന്നെ സൗഭാഗ്യമായി മാറുന്നു. നമ്മൾ വിളക്ക് കൊളുത്തിയത് കൊണ്ട് കിട്ടി, അമ്പലത്തിൽ പോയത് കൊണ്ട് കിട്ടി എന്നുള്ളതല്ല. ആ ചെയ്യുന്ന പ്രോസസ്, ആ പ്രവൃത്തി തന്നെ, മനസ്സും വാക്കും പ്രവൃത്തിയും ചെയ്യുന്ന ആ ഭക്തി തന്നെ സൗഭാഗ്യമാണ്. ആ തലത്തിലേക്ക് ദേവി നമ്മളെ എത്തിക്കുന്ന അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ആ ഭക്തിപൂർവം മനസ്സും വാക്കും പ്രവൃത്തിയും എത്തുന്ന ആ നിമിഷം ദായിനി, ദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ദാനം എന്നാൽ എന്താണ്? ഒരു തരത്തിലുള്ള എക്സ്പെക്ടേഷനും തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സെൽഫ്ലെസ് ആണ് അമ്മ. സെൽഫ്ലെസ് ആയിട്ട് എല്ലാ ജ്ഞാനങ്ങളും, എല്ലാ അറിവുകളും, സമ്പത്തും എല്ലാം തരുന്നു. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കുന്നത് ഒന്ന് മാത്രം, ഭക്തി. ആ ഭക്തി എപ്രകാരമാണ്? അതാണ് മുമ്പ് പറഞ്ഞത്. ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.